ഇപ്പം നിനക്ക് കുറച്ച് ധൈര്യമൊക്കെ ആയെന്ന് എനിക്കറിയാം. നൈസായിട്ട് പോയി പറ. എടാ നീ പറഞ്ഞാൽ എനിക്കിപ്പോൾ ധൈര്യമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നീ ഒന്നാദ്യം തുടക്കിട്ടോ. തുടക്കിട്ടോ അല്ലേ? ശരി നിൽക്ക്, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? എടോ, അവൻ ഈ കൊച്ചിനോട് എന്തോ പറയാനുണ്ട്, അതുകൊണ്ടാണ്. കാര്യം എന്താന്ന് എനിക്കറിയാം, അത് പറയണ്ടെന്ന് കൂട്ടുകാരനോട് പറഞ്ഞു. എടോ, താനാണ് പറയണത്, ഈ കൊച്ചി പറയട്ടെ. താനെതിരാണ് എപ്പോഴും ഡേക്കറിന് ഈ കൊച്ചിന്റെ കാര്യത്തില്. തനിക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പറയണ്ടെന്ന് പറഞ്ഞാൽ പറയണ്ട. ഓരോരുത്തന്മാരെ ഇറങ്ങിക്കോളൂ രാവിലെ തന്നെ. പോവാ. എന്താടാ? ഒന്നുമില്ല, വാ പോവാ. എന്താടാ കാര്യം? എടാ കാര്യം ഒന്നുമില്ല, പോവാ, അത്ര തന്നെ. അവർക്ക് വല്ല റിലേഷൻ ഉണ്ടോ? റിലേഷൻ വാങ്ങാത്തൊന്നും നീ എൻ്റെ കൂടെ വന്നിണ്ടാ? ഓഹോ, ഇത്ര നേരം നീ എൻ്റെ ഒപ്പം വരുന്നല്ല, ഇപ്പം എന്താണ് അവരുടെ ഒപ്പം? നീ എന്തൊക്കെ നീ പറയണ കോപ്പ്? മതി, എനിക്ക് മനസ്സിലായി. ഇതെൻ്റെ ആവശ്യമല്ലേ, ഞാൻ ചോദിച്ചോളാം. എടാ മതി. എടാ ഇങ്ങോട്ട് പാടൊന്ന്. എന്താ? ഇന്ന് പോയോടോന്ന്. നീ ആരാ? അവളുടെ ബോഡി ഗാർഡാ? ഏത് നേരം നോക്കിയാലും അവളെ പറയാനുള്ള. എനിക്ക് പറയാനുള്ള അവളോടാണ്, കേട്ടാ? എടോ, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. തന്നെ മനസ്സിൽ വേറെ ആരെങ്കിലും ഒന്ന് പറ. മനസ്സിൽ പ്രാന്ത് പിടിക്കാണ്. ഇത്ര നാളെ തന്റെ മുഖത്തെങ്കിലും നോക്കിയുണ്ട? വേണ്ട, നോക്കണ്ട, ഞാൻ നിർത്തിയാണ്, മതിയായി. എനിക്കൊന്ന് സംസാരിക്കണം. എടോ, തനിക്ക് എന്നെ ഇഷ്ടമാണുള്ള കാരണം എന്താ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലടോ, എനിക്ക് തന്നെ അങ്ങ് ഇഷ്ടമായി. താൻ എന്നോട് പറഞ്ഞില്ലേ താൻ്റെ പുറകെ നടന്നിട്ടും ഞാൻ തന്നെ നോക്കിയത് പോലും ഇല്ലെന്ന്. നോക്കിയാലും തൻ്റെ മുഖം എൻ്റെ കണ്ണിൽ വ്യക്തമാവില്ലടോ. താൻ കളിയാക്കിയില്ലേ എൻ്റെ ബോഡി ഗാർഡെന്നും പറഞ്ഞു മീനാക്ഷി. അവളിലൂടെയാണ് ഞാൻ തൻ്റെ നിൽക്കവും നോട്ടവും ഒക്കെ അറിഞ്ഞത്. മനസ്സിലായില്ലേ? എനിക്കൊരു 10% മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്താ പറഞ്ഞു, ഒരു 90% എനിക്കിപ്പോൾ കാഴ്ചശക്തിയില്ല. കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ ഞാൻ ഫുള്ളി ബ്ലൈൻഡ് ആവും. മുൻപ് ഒരുപാട് പേര് പുറകെ നടന്നിട്ടുണ്ടെങ്കിലും സത്യാവസ്ഥ അറിഞ്ഞാൽ പോകുമെന്നറിയുന്നതുകൊണ്ടാണ് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ മീനാക്ഷി, അവൾക്ക് ഞാൻ സങ്കടപ്പെടുന്ന ഇഷ്ടമല്ലടോ. അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. പിന്നീട് അവൾക്ക് മനസ്സിലായി താൻ ജെനുവിനാണെന്ന്. ഇതൊക്കെ അറിഞ്ഞിട്ടും തനിക്ക് ഞാൻ ഓക്കെ ആണോ? എടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. വേറൊന്നുമല്ല, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമോടൂ. എൻ്റെ അമ്മയ്ക്കും തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടവും. ഒരു സമയമാകുമ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ ഞാൻ കൊണ്ടുപോകും. അമ്മ. എന്താ മോനെ? അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? അമ്മ എൻ്റെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. കണ്ണുകൊണ്ട് കാണാത്ത മനസ്സുകൊണ്ട് കാണാൻ പറ്റും. സെബാൻ എന്നെ വിളിച്ചിരുന്നു. നിന്നെ വഴക്ക് പറയരുതെന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. ഈ കാര്യത്തിൽ അമ്മ മോനെ വഴക്ക് പറഞ്ഞ ദൈവം പോലും അമ്മയോട് പൊറുക്കൂല. അമ്മ. സുന്ദരി കുട്ടിയാണല്ലോ. അമ്മയുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അമ്മയ്ക്ക് 100 വട്ടം സമ്മതമാണ് മോളെ. പിന്നെ എൻ്റെ മോനായതുകൊണ്ട് പറയല്ല കേട്ടോ, ഇവൻ ആള് പാവമാണ്. ഇടയ്ക്ക് ഇത്തിരി എടുത്തിയാട്ടം ഉണ്ടെങ്കിലും ഇതൊരു എടുത്തിയാട്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവൻ എന്നും നിൻ്റെ കൂടെ കാണും. അമ്മ, അവിടെ നിന്ന് ഇവിടെ എത്തുന്നവരെ എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു. അമ്മ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ
ഒരുപാട് സന്തോഷമായി. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി മോളെ. كيف حالك؟ مرحبا مرحبا حبيبي wait അമ്മേ ഇനി ഞാൻ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് തരട്ടെ. മീറ്റ് റഷ്യ അൽ ഫാത്തിമ അൽ ബഹബൂബ് ഫ്രം ബുർജ് ഖലീഫ, മൈ ന്യൂ ഗേൾ ഫ്രണ്ട്. ഗേൾ ഫ്രണ്ടാ നിന്റെയാ? എന്റെ പൊന്നു കുഞ്ഞെ, എനിക്ക് അറബിയൊന്നും പറയാൻ അറിയില്ല, എന്നാലും യു ലുക്ക് സ്റ്റണ്ണിങ്. ചേട്ടന്റെ ഗേൾഫ്രണ്ട് അറബിയ? അതെ. പേരെന്താ? ഇൻഷാല്ല. അമ്മേ ഇവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ബോഡി എൻ്റെ ഫിഗർ എല്ലാം ഞാൻ കുറച്ചത്. എന്തായാലും ഒരു മനുഷ്യക്കോലം ആയല്ലോ. ഓക്കെ ബൈ ബൈ പറ. ബൈ ബൈ. مرحبا أمي، كيف حالك؟ ഹായ്, കുട്ടി സിംഗിളാണ്? ഞാൻ സിംഗിളാണ് ആക്ച്വലി. കുട്ടീനെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് പറയാൻ മനസ്സിലും വെള്ളത്തിൽ നിൽക്കുന്ന കാര്യമുണ്ട്. ഐ ലവ് യു കുട്ടി. എന്താണ് അങ്ങനെയാണോ തങ്ങളുടെ കിട്ടിയതാ? കിട്ടിയ സാർ ഒന്ന് പ്രാങ്ക് ആയിരുന്നു ആക്ച്വലി. അവിടെ ക്യാമറ ഉണ്ട് സാർ, അവിടെ ഇത് നിങ്ങൾ സമ്മാനം വീട്ടിലോട്ട് വരും കേട്ടോ. ശരി മങ്ങളെ. എന്താ പേടിച്ചേ?